നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് അവയർനെസ്. നമ്മൾ അന്ന് ക്ലാസ്സിൽ നമ്മൾ ബാക്കി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പം അത് നമ്മൾ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ട സാധനമാണ് ഈ മൂന്ന് സാധനം വേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിലും സെൽഫ് എസ്റ്റീം ആണെങ്കിലും സെൽഫ് അവയർനെസ് ആണെങ്കിലും. അപ്പം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അശ്വിൻ അല്ലെങ്കിൽ ഐ മീൻ എന്താ പറയാ ആരാണെങ്കിലും ഇപ്പൊ എനിക്ക് ഫസ്റ്റ് കാണുന്ന അശ്വിന്റെ പേര്. അപ്പം അശ്വിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ക്ലാസ്സിൽ ഇപ്പൊ ഒരു ഹോംവർക്ക് വന്നു, അല്ലെങ്കിൽ ടീച്ചർ ഇപ്പൊ ജസ്റ്റ് ഒന്നും പറയാം ആരെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് പറയും. ഫസ്റ്റ് നമ്മൾ വീഡിയോ പറഞ്ഞിരുന്ന ഒരു ലീഡറിനെ കുറിച്ച് പറയാനായിരുന്നു. അപ്പൊ പലരും പല ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഓൺ ദ സ്പോട്ടിലൊന്നും ആലോചിക്കാതെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ പറ്റും അറിയില്ലെന്നൊന്നും അറിയത്തില്ല, ബട്ട് നമ്മൾ ആദ്യം അങ്ങ് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാണ്. നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ ഞാൻ ചെയ്യും, ഇതെനിക്ക് അറിയാം, എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അങ്ങ് എഴുന്നേക്ക് ക്ലാസ്സിൽ. ടീച്ചർ പറഞ്ഞ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് പറയാം, ടീച്ചർ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ഒന്നുമല്ല, ബട്ട് നമ്മളൊരു ധൈര്യത്തിന്റെ പുറത്ത് അങ്ങ് അറിയത്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ചെയ്യുന്നതാണ് ആ സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബിലീവ് ഇൻ അവർ സെൽഫ്. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്താ പറയുക നമുക്ക് ജന്മന അങ്ങ് കിട്ടുന്ന സാധനമല്ല, നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ പറയുന്നത്. നമ്മൾ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ ഒരു പഞ്ച്വാലിറ്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഒരു കറക്റ്റ് ടൈം ടേബിൾ ആക്കണം. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം കാണിക്കുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് പറയുന്നത്. എന്നെ കൊണ്ട് എല്ലാം പറ്റും, എനിക്കൊരു വിഷയമില്ല, ഞാൻ തന്നെ ചെയ്യും, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് പറയുന്നത്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ അറിയുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ പറ്റില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്നലെ നമ്മളൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. നമ്മൾ നമ്മളെ കുറിച്ച് അവെയർ ആവാൻ നോക്കുകയാണ്. എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പഠിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാധനം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഐ മീൻ എനിക്ക് മാത്സ് കുറച്ച് വീക്കാണ്, അതുകൊണ്ട് എനിക്ക് മാത്സിന് കുറച്ച് അധികം സമയം വേണം. അപ്പൊ നമ്മൾ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാധനമാണ് ഏത്, ആ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന സ്റ്റെപ്പാണ് ഏത്, ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് അല്ലെങ്കിൽ വേറെ സബ്ജക്ട് പഠിക്കാൻ കൂടുതൽ സമയം വേണം, അതുകൊണ്ട് കൂടുതൽ സമയത്ത് പഠിച്ചാൽ എനിക്ക് അത് സോൾവ് ആക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനമാണ് ആ ഒരു തിങ്കിങ് ഒക്കെ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളെ കുറിച്ച് തോന്നുന്ന ഒരു സാധനമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്താവണം എന്ന് വിചാരിക്കുന്നത് സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പ്രൗഡായിട്ടിരിക്കണമെങ്കിൽ ഞാൻ പ്രൗഡായിട്ടിരിക്കും, എനിക്ക് നെഗറ്റീവായിട്ടിരിക്കണമെങ്കിൽ നെഗറ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു നമ്മൾ അതാക്കുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമായിട്ടാണ് വരുന്ന സാധനമാണ്. അപ്പൊ ഈ മൂന്ന് സാധനം നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഒരു ഭയങ്കര ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ എവിടെ വീക്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ലൈഫിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ എന്താ നമ്മൾ ഉറക്കത്തിന് എഴുന്നേറ്റ് വരുന്ന സമയത്തും നമ്മൾ ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പോലും നമ്മൾ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മൂന്നും ഒരേപോലെ വീക്കാവും. അപ്പൊ നമുക്ക് ഇതിനെ മൂന്നിനെയും പോസിറ്റീവായിട്ട് നിർത്താൻ പറ്റിയ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഞാൻ ഐ മീൻ ഞാൻ കുറെ കാലമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണത്. അത് നിങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെതായ ഉപകാരം നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് എന്നും എഴുന്നേൽക്കുന്ന ഒരു ഒരു കൃത്യ ഒരു സമയത്താണ്. ഇപ്പം നിങ്ങളൊക്കെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് സ്കൂളിലൊക്കെ പോകേണ്ടവരാണെങ്കിൽ ഒരു 6 മണി 5:30 എന്നും ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ്, എന്നിട്ട് 5:30 എന്ന് എല്ലാവരും 5:30 തന്നെ എഴുന്നേക്കുകയാണെങ്കിൽ ആ എഴുന്നേക്കുന്ന ഒരു 10 മിനിറ്റ്, ഫസ്റ്റത്തെ 10 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രഷപ്പ് ഒക്കെ ജസ്റ്റ് തന്നെ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു യോഗ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ ഇരിക്കണം. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുത്ത് നല്ല കാം മൂവ്മെന്റിൽ എന്ന് വെച്ചാൽ വേറെ ഒച്ചയോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു കാമായിട്ടൊരു സെറ്റിങ്സിൽ പോയിരിക്കുന്നു. അവിടെ പോയിട്ട് നല്ല ആദ്യം ഒരു നമ്മൾ ഇരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മീൻ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള സാധനം നമ്മൾ ആദ്യം വിചാരിക്കണം. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ക്ലാസ്സിൽ ടോപ്പറാണ്, എനിക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവാൻ പറ്റും, എനിക്ക് മാർക്ക് മേടിക്കാൻ പറ്റും, എനിക്കൊരു വിഷയമില്ല, എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഒരു സബ്ജക്റ്റും ടഫ് ആയിട്ടില്ല, എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്, കാരണം ഞാൻ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മാർക്കസ് ഒക്കെ മേടിക്കാൻ നല്ല സിമ്പിൾ ആയിട്ട് പറ്റും എന്നുള്ള സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. അല്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ല വിചാരിച്ചാൽ നമുക്ക് ഒരു സാധനവും പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാം പോസിറ്റീവായിട്ട് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ടെൻഷൻസും ഫ്രീ ആക്കുക അവിടെ.
എന്നിട്ട് നിങ്ങൾ ഏറ്റവും കാം ആയിട്ടൊരു പോയിന്റിൽ ഇരുന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ നല്ല റിലാക്സ് ആക്കി ഇരുന്നിട്ട് ഐ മീൻ എന്താ പറയാ നിങ്ങളെ സബ്ജക്റ്റുകളെല്ലാം ഓർക്കുക, ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഓർക്കുക. ഐ മീൻ നിങ്ങൾ ഏത് മതത്തെ വിശ്വസിക്കുന്നവരായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ജസ്റ്റ്